ഇനി ഔട്ട്ലൈനിലേക്ക് വരാം. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ബോക്സ് കൊടുത്തു. അപ്പോൾ ബോക്സിന്റെ കളർ ഫില്ല് ഞാൻ രണ്ടാക്കി. ഔട്ട്ലൈന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് വന്നു. ബേസിക്കലി ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഹെയർ ലൈൻ എന്നായിരിക്കും. ഇത് അവിടെ കാണാൻ പറ്റും. കണ്ടാ, അതിന് തിക്നെസ് കൂട്ടുകയാണെങ്കിൽ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കൂട്ടാൻ പറ്റും. 0.5 പറഞ്ഞാൽ കൂടി 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 വന്നു. ഓക്കെ, അതേ സാധനം തന്നെയാണ് ഇത് അവിടെ ഉള്ളത്. കണ്ടാ, 0.5 3 എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് കൂട്ടാൻ പറ്റും, ഇവിടെ നിന്ന് കൂട്ടാൻ പറ്റും. ഇതിന് അഡീഷണൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഈ ഔട്ട്ലൈനിൻ്റെ. ഔട്ട്ലൈനിൻ്റെ കളർ നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഒരു ഫില്ല് ഔട്ട്ലൈന് ഇതൊക്കെ കുറച്ച് വളഞ്ഞ വഴിയാണ്. ഞാൻ നേരിട്ടുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ കളർ വരും. അതിനേക്കാൾ എളുപ്പം അതല്ലേ. ഓക്കെ, ഇനി ഔട്ട്ലൈന് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അത് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്ലൈൻ്റെ അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ വരും, ഔട്ട്ലൈൻ പെൻ പറഞ്ഞിട്ട് അതിൻ്റെ അഡീഷണൽ ഡീറ്റെയിൽസ് വരും. അതിൻ്റെ കളർ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. അതിൻ്റെ വിത്ത് അവിടെ ഉള്ളത് മാറ്റാം. ഇവിടെ പോയിന്റ്സിൽ വിത്ത് പോയിന്റ്സ് ആണ് നോർമൽ ഉണ്ടാവുക. അത് സെന്റിമീറ്ററോ ഫീറ്റിലേക്കൊക്കെ മാറ്റാം. അത് കൂടുതൽ മാറ്റാൻ നിൽക്കേണ്ട, പോയിന്റ്സിൽ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ സ്റ്റൈല് ഇപ്പം നോർമൽ ലൈനാണ്. ഡോട്ടഡ് ലൈൻ ആക്കണമെങ്കിൽ ഡോട്ടഡ് ലൈൻ ആക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കേട്ടാ ഡോട്ടഡ് ലൈനായിട്ട് മാറി. ഇനി ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ വേറെ ഫസ്റ്റ് F12 അടിച്ചാലും സെയിം അതേ തന്നെ വരും. ഷോർട്ട് കട്ട് F12 അടിച്ചാലും അതേ വിൻഡോ വരും. ഫംഗ്ഷൻ 12 F12 ഈ നിറയെ F1 F2 F3 എന്നല്ലേ, അതിന് F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വിൻഡോ വരും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഈ ഡോട്ടഡ് ലൈൻ നിറയെ ഉണ്ട്, നിറയെ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് അങ്ങനെ ഒരു ഡോട്ടഡ് ലൈന്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാലല്ലേ ഒരു ലൈന് ഒരു ഡോട്ട്. ഇതിന് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതിനാണ് നമ്മുടെ എഡിറ്റ് സ്റ്റൈൽ പറഞ്ഞ് കൊടുത്തിരിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഡോട്ടഡ് ലൈൻ ഇവിടെ കാണുന്നുണ്ടില്ലേ, ഇതാണ് അതിൻ്റെ റിപ്പീറ്റേഷനാണ്. ഈ ഡോട്ടഡ് ലൈൻ തന്നെ അതിൻ്റെ തന്നെ റിപ്പീറ്റാണ് അടുത്ത് വീണ്ടും വരുന്നത്. അതാണ് ഇതിൻ്റെ ഡോട്ടഡ് ലൈൻ. ഞാനിപ്പോൾ ഇതിനെ ഒന്നുകൂടി നീക്കി. നീക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നത് കണ്ടില്ലേ. ഞാൻ ഇവിടെ ഒരു കളർ കൊടുത്തു, അപ്പം എന്തായി, ഇവിടെ ഒരു ഡോട്ട് വന്നു. ഇവിടെ ഒരു കളർ കൊടുത്തു, ഇവിടെ ഡോട്ട് വന്നു. ഇവിടെ കളർ വേണ്ട പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് മാനുവലായിട്ട് നമുക്ക് ഡോട്ടഡ് ലൈന് കസ്റ്റമൈസ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ റിപ്പീറ്റേഷൻ വരും. ഓക്കെ, അതിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പ്രീസെറ്റ് നമുക്ക് ക്രിയേറ്റ് ആവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തിവിടെ കോർണേഴ്സ് ലൈൻ ക്യാപ്സ് എന്ന് പറയും. കോർണർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൽ തന്നെ കോർണറിൽ ഈ കോർണേഴ്സ് അതിനാണ് പറയണത്. ഇത് വന്നിട്ട് ഷാർപ്പ് കോർണറാണ് ഇപ്പം ഡിഫാൾട്ടായിട്ടുള്ളത്. അടുത്ത് വന്നിട്ട് കർവായിരിക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർണറൊക്കെ സൂം ചെയ്ത് അറിയാൻ പറ്റും. വേണ്ട, ഒന്ന് കർവായി ഉണ്ടല്ലേ. മുന്നേ എന്തായിരുന്നു, ഷാർപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഷാർപ്പായി. അതായത് ഔട്ട്ലൈൻ്റെ കാര്യമാണ്, ഷെയ്പ്പല്ല. ഔട്ട്ലൈന് അതായത് ഷെയ്പ്പ് ഷാർപ്പായിരിക്കും, എന്താ പറയുക, സ്ട്രോക്ക് ചിലപ്പോൾ കർവാവും. അതേപോലെ അടുത്തത് വന്നിട്ട് ചാംഫർ എന്ന് പറയുന്നതിന് ഷാർപ്പായിട്ട് കട്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇത് ബോക്സിന്റെ കാര്യത്തിൽ അങ്ങനെ കോർണർ വരിക. ലൈനിന്റെ കാര്യത്തിലാണ് കണ്ട ലൈൻ ക്യാപ്സ്. അപ്പോൾ ഒരു ലൈന് വരയ്ക്കണം, എന്നാലും അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ലൈന് വരച്ചു. ഓക്കെ, ഇപ്പം ലൈന് വരയ്ക്കുമ്പോൾ ലൈനിൻ്റെ ഒരു ചെറുതായിട്ട് ഡോട്ട് കാണുന്നുണ്ട് നമ്മുടെ സെൻറ്റർ പോയിന്റ്. അവിടെയാണ് അതിൻ്റെ ഔട്ട്ലൈനിൽ നിൽക്കുന്നത്, അതിൻ്റെ കളറ്. ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ പൊസിഷൻ, ഇതാണ് ഫസ്റ്റിലുള്ളത്. രണ്ടാമത്തെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ ഔട്ട്ലൈനിന് ശേഷം ഒന്ന് കർവാവും. ഇത് നമുക്ക് ലൈനാണ്, സൂം ചെയ്തിട്ടാണ് കാണിക്കണത്. ഇതാണ് ആക്ച്വലി ഉള്ളത്. ഓക്കെ, അതായത് നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് കാണുന്നത്. അതായത് നിങ്ങൾ വലിയ ബോക്സ് ആണെന്ന് കരുതരുത്. ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ സാർ എന്തോ ഒന്നും കണ്ടില്ലാലോ പറയും. അതാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, സെയിം മുകളിലത്തെ അതേ തന്നെയാണ്, പക്ഷേ ഫസ്റ്റത്തെ സെക്ഷൻ വന്നിട്ട് ഇവിടെയായിരിക്കും ബോക്സ് ക്രിയേറ്റ് ആവുക. ഇത് വന്നിട്ട് എൻഡിലായിരിക്കും, കുറച്ചും കൂടി നീങ്ങിയിട്ടായിരിക്കും വരിക. ഇവിടെ ആയിരിക്കും ക്രിയേറ്റ് ആവുക. ഓക്കെ, മൂന്നും ചില സിറ്റുവേഷനിൽ ആവശ്യം വരും. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അവിടെ സിറ്റുവേഷൻ ആവശ്യം വരും, നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടെത്തും. അടുത്തത് ഈ ലൈനിൽ തന്നെ വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബിഹൈൻഡ് ഫെയില്
സ്കെയിൽ വിത്ത് ഒബ്ജക്റ്റ്. ബിഹൈൻഡ് ഫില്ല് പറയുമ്പോൾ ടെക്സ്റ്റിൽ കാണിച്ചില്ല, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതിലൊരു ടെക്സ്റ്റിൽ ഏത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, അതിനൊരു കളർ റെഡ് കൊടുത്തു, എന്നിട്ട് അതിനെ ബോൾഡാക്കി ഔട്ട്ലൈന് ഒരു ബ്ലാക്കിന് കൊടുത്തു. ബ്ലാക്കിന് ഇപ്പോൾ ഇതിൽ ടെക്സ്റ്റ് വേറെ കാര്യങ്ങളുണ്ട്. ഒരു ഷേപ്പിനെ വരച്ചു കഴിഞ്ഞാൽ ഷേപ്പിൽ ഔട്ട്ലൈൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാൻ ഇവിടെ കാണാൻ പറ്റും. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഔട്ട്ലൈൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റില്ല. അത് കൂട്ടണമെങ്കിൽ ഒന്നിനെ ഇവിടെ പോകണം, അല്ലെങ്കിൽ നമ്മൾ F12 അടിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടോ ഇവിടെ പോകണം. കണ്ടോ? അപ്പോൾ ഹെയർ ലൈനിലാണ് നിൽക്കുന്നത് ടെക്സ്റ്റിൽ. ഞാൻ അതിന് ഒരു 4 പോയിന്റ് കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്താ സംഭവിച്ചത്? അതായത് ആ ഔട്ട്ലൈന് ആ ഫിൽ കളറിനെ കവർ ചെയ്തു. അപ്പോൾ കുറച്ചു 4 എന്നുള്ളത് 2 ആക്കി. കുറച്ച് കാണുന്നുണ്ട് റെഡ് അല്ലേ? ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയുമോ? ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്ലൈനും ഉണ്ട് കളറും ഉണ്ട് അല്ലേ? അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ഔട്ട്ലൈൻ വേണം. ഞാൻ ഉദ്ദേശിച്ച ഔട്ട്ലൈൻ ഇങ്ങനെയല്ല, നമുക്ക് ഫില്ല് കഴിഞ്ഞിട്ട് വേണം ഔട്ട്ലൈൻ വരാൻ. അപ്പോൾ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്താ സംഭവം? ബിഹൈൻഡ് ഫില്ല് പറയുമ്പോൾ ഇപ്പോൾ വന്നിട്ട് ആ ഔട്ട്ലൈന് ഫില്ലിൻ്റെ മുന്നിലാണ് കിടക്കുന്നത്. ലെയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ആ ഫില്ലിൻ്റെ മുന്നിലാണ് കിടക്കുന്നത്. അതാണ് ബിഹൈൻഡ് ഫില്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്ലൈന് ഫില്ലിൻ്റെ ബാക്കിൽ പോയാൽ മതി. അപ്പോൾ എന്താവും? ഫില്ലിൻ്റെ ബാക്കിൽ പോയാൽ എന്താവും? ഓക്കെ ടിക്ക് ഓൺ ചെയ്തു, ഓക്കെ കൊടുത്തു. ഇപ്പം എന്തായി? ആ ഔട്ട്ലൈൻ അതിൻ്റെ ബാക്കിൽ പോയി. ബാക്കിൽ പോയപ്പോൾ നമുക്ക് ഷേപ്പ് ഫില്ലും കിട്ടി, ഔട്ട്ലൈനും കിട്ടി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നു. ഓക്കെ. ഇനി അടുത്ത് രണ്ടാമത്തെ താഴെ ഒരു കാര്യമുണ്ട്, സ്കെയിൽ വിത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നോക്കി ഈ ഏനെ പിടിച്ചിട്ട് ഞാൻ ചെറുതാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ബാക്കിലാണ്, പക്ഷെ വലുതാക്കുമ്പോൾ ഇടയിൽ ചെറിയ ഹോൾ ഉണ്ടായിരുന്നു. കേട്ടാ, ഞാൻ വലുതാക്കും തോറും ഹോള് ക്രിയേറ്റ് ആവും, ചെറുതാക്കും തോറും ഹോള് ഫില്ലാവും. ഇതെന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഒരു മെഷർമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്ര പോയിന്റ്? 2 പോയിന്റ് അല്ലേ? ഞാൻ ചെറുതാക്കിയാലും വലുതാക്കിയാലും നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന് അതിലൊരു പേടിയുണ്ട്. അപ്പോൾ 2 പോയിന്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ്. ഓക്കെ. ഇതിന് സ്കെയിൽ വിത്ത് ഒബ്ജക്റ്റ് എന്നുള്ള ഞാൻ ടിക്ക് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ കൊടുത്തു. ഞാൻ ചെറുതാക്കിയാലും അതേ പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യും. കേട്ടാ, ഫില്ലാവില്ല, കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ 2 പോയിന്റ് എന്നുള്ള ഇപ്പോൾ എന്തായി? 0.6 എന്നായി. കേട്ടാ, അപ്പോൾ 0.6 എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിന് പ്രൊപ്പോർഷന് നമുക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ആ സാധനം ടിക്ക് ഓൺ ചെയ്യണം. അതായത് അതിൻ്റെ ഭംഗി അത് തന്നെ ഫോളോ ചെയ്യുക. അല്ല മെഷർമെൻറ്റിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്ക് ഓഫ് ചെയ്യേണ്ടി വരും. ഓക്കെ. അതാണ് ഈ സ്കെയിൽ വിത്ത് ഒബ്ജക്റ്റ് എന്നുള്ള കാര്യം. പിന്നെ അടുത്ത് വേറെ കുറേ സാധനങ്ങളുണ്ട് മുകളിൽ. അത് ലൈനിൻ്റെ വരിക. നമുക്കത് ഇവിടെ നിന്ന് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഞാൻ ലൈന് വരച്ചു. നമുക്ക് ഈ ലൈനിൻ്റെ ആ ഡോട്ട്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റും, ആ സാധനങ്ങൾ കേട്ടാ. നോർമലി ഉള്ള ലൈന് മുകളിലുണ്ടാവും. അത് കഴിഞ്ഞാൽ വേറെ 2 ലൈൻസ് ഇവിടെ അതിന് ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഉണ്ടാവും. നോർമൽ ലൈനെ കൊടുത്തു അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് ആരോ ഉണ്ടാവും. ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോ, ഇവിടുത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ആരോ. അത് ആരോ ആയിക്കോട്ടെ, വേറെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ കേട്ടാ. ഇതിലായിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെയാണ് ഇത് അതിലുള്ളത്. അങ്ങനെ സ്വാപ്പ് ചെയ്യാനൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കേട്ടോ, സർക്കിളാകുമ്പോൾ സർക്കിളാക്കുക, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ. ഓക്കെ.